ഹലോ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് അതാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ അതിൽ ഇഫ് ബ്ലോക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൺട്രോൾ സ്ട്രക്ചേഴ്സായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇഫ്, സ്വിച്ച്, വൈൽ, ഫോർ, ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വിച്ച് മുതൽ പറയണം. അപ്പോൾ ഇഫ് കഴിഞ്ഞ് നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച്. സ്വിച്ച് എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ കണ്ടീഷൻസ് വെച്ചിട്ട് നോക്കുന്നതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അതായത് സ്വിച്ചിൽ നമ്മളൊരു എക്സ്പ്രഷൻ പറയും. ആ എക്സ്പ്രഷൻ പല കണ്ടീഷൻസായിട്ട് നമ്മൾ കൊടുക്കും ഉള്ളിൽ. അതിൽ ഏത് കണ്ടീഷനോടാണോ അല്ലെങ്കിൽ ഏത് കേസിനോടാണോ മാച്ചിങ് ആയിട്ട് വരുന്നത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വിച്ചിൻ്റെ സിൻടാക്സ് നോക്കാം. സ്വിച്ച്, എക്സ്പ്രഷൻ. അപ്പോൾ സ്വിച്ചിലാണ് നമ്മൾ എക്സ്പ്രഷൻ അതായത് കണ്ടീഷൻ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കേളി ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുകയാണ് കേസ് വാല്യൂ 1 എന്നിട്ട് കോളൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ബ്രേക്ക്. അതുപോലെ കേസ് വാല്യൂ 2 കോളൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ബ്രേക്ക്. അതുപോലെ എത്ര കേസസ് ഉണ്ടോ അത് നമ്മളിങ്ങനെ എഴുതുക. ലാസ്റ്റ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? സ്വിച്ചിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ കേസ് വാല്യൂ 1 ആണോ അതോ കേസ് വാല്യൂ 2 ആണോ, വാല്യൂ 3 ആണോ, വാല്യൂ 4 ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ ഏത് കേസിലാണ് അത് മാച്ചായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വർക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഒരു കേസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഏത് കേസിനോടാണോ സ്വിച്ചിൻ്റെ കണ്ടീഷൻ മാച്ച് ആവുന്നത് ആ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സ്വിച്ചിൻ്റെ പുറത്തേക്ക് വരും. അതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിലെ ഡീഫോൾട്ട് നമുക്കറിയുന്ന കാര്യമാണ്. ഒരു കേസായിട്ടും മാച്ചിങ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കാണിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഡീഫോൾട്ടിൽ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സ്വിച്ച് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം നോക്കാം. ടു ക്രിയേറ്റ് എ വെബ് പേജ് ടു പ്രിൻറ്റ് ദ ഡേ ഓഫ് എ വീക്ക്. നമുക്കൊരു ഡേ ഏതാണെന്നുള്ളത് കാണിക്കണം. അതായത് ഇപ്പോൾ സൺഡേ 1, അതുപോലെ 2 ആണെങ്കിൽ മൺഡേ, 3 ആണെങ്കിൽ ട്യൂസ്ഡേ, 4 ആണെങ്കിൽ വെനസ്ഡേ, അങ്ങനെയുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഡ് നമുക്ക് നോക്കാം. അപ്പോൾ HTML ഹെഡ് ടൈറ്റിൽ എഴുതി, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ബോഡിയുടെ ഉള്ളിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി. അപ്പോൾ നമുക്കൊരു വേരിയബിളാണ് വേണ്ടത്. വാർ ഡേക്ക് വേണ്ടിയിട്ട്, ഡേ നമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ഡി എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഡേ ഈക്വൽ ടു 3 എന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ അതായത് ഡി ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. അപ്പോൾ ഡിയുടെ വാല്യൂ ഇപ്പോൾ 3 ആണ്. അപ്പോൾ നമ്മൾ സ്വിച്ചിലൂടെ ഡീനെ പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ കേസുകൾ ഇതാണ്. കേസ് 1 ആണെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ സൺഡേ ബ്രേക്ക്. അതുപോലെ കേസ് 2 ആണെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ മൺഡേ ബ്രേക്ക്. കേസ് 3 ആണെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ ട്യൂസ്ഡേ ബ്രേക്ക്. അതുപോലെ സാറ്റർഡേ വരെ നമ്മൾ എഴുതി. കേസ് 7 വരെ നമ്മൾ എഴുതി. ഇനി ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നതെന്ന് കാണിക്കേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീഫോൾട്ടിൽ നമ്മൾ ഇൻവാലിഡ് ഡേ എന്നും കൂടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക? ഡി എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ 3 ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വിച്ചിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡീനെയാണ്, അതായത് 3നെയാണ്. അപ്പോൾ കേസ് 1 ആണോ എന്ന് നോക്കും, അല്ല. കേസ് 2 ആണോ നോക്കും, അല്ല. കേസ് 3 ആണോ നോക്കും, അവിടെ ട്രൂ ആയിട്ട് വന്നു അല്ലേ. 3 ആണ് നമ്മൾ സ്വിച്ചിലൂടെ പാസ് ചെയ്തത്. അപ്പോൾ കേസ് 3 ആയിട്ട് മാച്ചിങ് ആയി. നമുക്ക് ട്യൂസ്ഡേ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇനി നമ്മൾ ഡി ഈക്വൽ ടു 8 ഒക്കെയാണ് കൊടുത്തിട്ടില്ലെങ്കിലോ കേസ് 1 ആണോ നോക്കും, 2 ആണോ നോക്കും, 3 ആണോ നോക്കും. അതുപോലെ 4, 5, 6, 7 ഒന്നും ആയില്ല. അപ്പോൾ 8 നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നിലും മാച്ചിങ് വന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇൻവാലിഡ് ഡേ എന്ന് പറഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക. അതിന് മുന്നായിട്ട് സ്വിച്ചിൻ്റെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റാണ് നമ്മുടെ ഫോർ ലൂപ്പ് വരുന്നത്. ഫോർ ലൂപ്പ് എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്യാൻ, അതായത് ഒന്നിലധികം പ്രാവശ്യം നമ്മൾ പറയുന്ന അത്രയും വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഫോറിൻ്റെ സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതണേ. അപ്പം ഫോറിൻ്റെ പ്രത്യേകത എന്താണ്? ഒരൊറ്റ ലൈനിൽ തന്നെ നമ്മളെല്ലാം എഴുതുകയാണ്.
സ്റ്റാർട്ടിങ്ങും കണ്ടീഷനും അപ്ഡേഷനും ഒക്കെ നമ്മൾ എഴുതാണ്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ എന്താ, നമുക്കൊരു സ്റ്റാർട്ടിങ് വാല്യൂ കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർ ലൂപ്പ് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് പറഞ്ഞു കൊടുക്കണം, എത്ര പ്രാവശ്യം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം, കണ്ടീഷനും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ആൾക്കാരുള്ളത്. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് വാല്യൂ കൊടുക്കുന്നു. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓരോ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കാര്യം അതാണ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ എഴുതണത്. അപ്പോൾ നമുക്ക് ഫോറിൻ്റെ പ്രോഗ്രാം നോക്കാം. ടു ക്രിയേറ്റ് എ വെബ് പേജ് ടു ഡിസ്പ്ലേ ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ്. അതായത് ഫസ്റ്റത്തെ 10 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യണം. അതായത് ഫസ്റ്റത്തെ 10 നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്വയേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ചാൽ 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, അങ്ങനെയുള്ളത് പ്രിൻറ്റ് ചെയ്യണം 10 വരെ. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100, അങ്ങനെയായിട്ട് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഡ് എഴുതാണ്. അപ്പോൾ നമ്മൾ ആദ്യം HTML എഴുതി, ഹെഡ് എഴുതി, ടൈറ്റിൽ എഴുതി, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ എഴുതാൻ പോവാണ്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് എന്ത് വേണം, വാരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യണം. എന്തൊക്കെ വേണം ഇവിടെ, നമുക്ക് ഒരു നമ്പറിനെ തന്നെ മാറ്റി 10 വരെ കൊണ്ടുപോകണം. എന്നിട്ട് ഓരോന്നിൻ്റെയും സ്ക്വയറിനെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 വാരിയബിൾസ് വേണം. ഓരോ നമ്പേഴ്സിനെ കിട്ടാനായിട്ട് ഒരു നമ്പറും ഒരു വാരിയബിളും, സ്ക്വയറിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സ്ക്വയറിന് വേണ്ടിയിട്ടുള്ള ഒരു വാരിയബിളും വേണം. അപ്പോൾ നമ്മൾ I എന്ന് പറയുന്ന ഒരു വാരിയബിളും S എന്ന് പറയുന്ന ഒരു വാരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ var I, S. ഇനി നമ്മൾ ലൂപ്പ് വയ്ക്കുകയാണ്. ഫോർ I ഈക്വൽ ടു 1. 1 മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 1 മുതൽ 10 വരെയാണ്. അപ്പോൾ 1 നമ്മൾ I ആയിട്ട് കൊടുത്തു, I ഈക്വൽ ടു 1. ഇനി 1 മുതൽ എത്ര വരെയാണ് പോകേണ്ടത്, 10 വരെയുള്ള നമ്പേഴ്സിൻ്റെയാണ് പോകേണ്ടത്. അപ്പോൾ എത്ര വരെ പോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ 10 ടൈംസ് ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യും. അടുത്തത് I++. അതായത് 1 കഴിഞ്ഞാൽ പിന്നെ 2 വരണം, 2 കഴിഞ്ഞാൽ പിന്നെ 3 വരണം. അപ്പോൾ ഓരോന്നായിട്ട് പ്ലസ് ചെയ്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് I++ എഴുതി. ഇനി അതിൻ്റെ ഉള്ളിൽ എന്താണ് എഴുതേണ്ടത്, I 1 ആയിരിക്കുന്ന സമയത്ത് 1ൻ്റെ സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ S ഈക്വൽ ടു I ഇൻറ്റു I എന്നെഴുതി. എസ്സിലപ്പോൾ ഐയുടെ അതായത് 1ൻ്റെ സ്ക്വയർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിനെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഓഫ് എസ്സിനെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ പ്രിൻറ്റ് ചെയ്യിച്ചു. ഓരോന്നും അടുത്തടുത്ത ലൈനിൽ വരാനായിട്ട് നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ BR വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫോർ ലൂപ്പിൻ്റെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താവും, ഇതൊരു പ്രാവശ്യം വർക്ക് ചെയ്ത് ഐയുടെ സ്ക്വയർ 1നെ അവിടെ പ്രിൻറ്റ് ചെയ്യും. ഇനി I++I 2 ആവും. എന്നിട്ട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ അടുത്ത 2ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും. I ഇൻറ്റു I, 2 ഇൻറ്റു 2, 4നെ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ 10 വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്ത് 10ൻ്റെ സ്ക്വയർ വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യിച്ച് കിട്ടും. നെക്സ്റ്റാണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പും ഫോർ ലൂപ്പ് പോലെ തന്നെ ഒന്നിലധികം പ്രാവശ്യം സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യണത്. പക്ഷേ സിൻറ്റാക്സിലും കുറച്ച് വ്യത്യാസമുണ്ട്. വൈലിൻ്റെ നോക്കുക. വൈലിൻ്റെ സിൻറ്റാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. വൈൽ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് വൈലിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ കൊടുക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വൈലിൻ്റെ ഉള്ളിൽ തന്നെയാണ് എഴുതുക. അതായത് കേളി ബ്രാക്കറ്റിൻ്റെ ബോഡി, വൈലിൻ്റെ ബോഡിയിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ പ്രോഗ്രാം തന്നിട്ടുണ്ട്. ടു ക്രിയേറ്റ് വെബ് പേജ് ദാറ്റ് ഡിസ്പ്ലേസ് ഈവൺ നമ്പേഴ്സ് അപ് ടു 10. അതായത് 10 വരെയുള്ള നമ്പേഴ്സിൽ ഈവൺ നമ്പേഴ്സിനെ മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ, അത് വൈയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കോഡ് നോക്കുക. HTML, ഹെഡ്, ടൈറ്റിൽ, ജാവാസ്ക്രിപ്റ്റ് വൈലിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ടൈറ്റിൽ. അത് കഴിഞ്ഞ് ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. സ്ക്രിപ്റ്റ് ടാഗിൽ ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. var I, നമുക്കൊരു വാല്യൂ മതി. ആ വാല്യൂവിനെ ചെക്ക് ചെയ്തിട്ട് ഈവൺ നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്യിച്ചാൽ മതിയാവും. അപ്പോൾ വാറിൽ നമ്മൾ I എന്ന് പറയുന്ന ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. I ഈക്വൽ ടു 2 എന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൽ സ്റ്റാർട്ടിങ് വാല്യൂ എന്തായാലും 2 ആയിരിക്കുമല്ലോ ഈവൺ നമ്പേഴ്സ്. അപ്പോൾ I 2 ആയിട്ട് വെച്ചു. ഇനി വൈലിൽ നമ്മൾ നോക്കുകയാണ്. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതായത് 10 വരെ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ബോഡിയിൽ നമ്മൾ എഴുതുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഓഫ് I.
അതായത് ഐനെ 2നെ ആദ്യം പ്രിൻ്റ് ചെയ്യിക്കുക. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഐ എന്ന് പറഞ്ഞാൽ 2നെ അവിടെ പ്രിൻ്റ് ചെയ്തു. അതിന് ശേഷം BR കൊടുത്തിട്ടുണ്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ അടുത്ത് വരാനാണ്. അതിൻ്റെ തൊട്ട് താഴെ ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. I + = 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഐയുടെ കൂടെ 2നെ പ്ലസ് ചെയ്യാം. += നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്പറേറ്ററാണ്. += എന്ന് പറയുന്നത് എന്താ, I = I+2. അതായത് ഇപ്പോൾ ഐയുടെ വാല്യൂ 2 ആണ്, അതിനെ I+2 ആക്കി, അതായത് 2 + 2 ആക്കി. അപ്പോൾ 4 ആവും. ഇനി വൈലിൽ പോവും. 4 ≤ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണ്. അപ്പോൾ നെക്സ്റ്റ് 4നെ പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം I 6 ആക്കും. 6 10ൻ്റെ താഴെയാണോ നോക്കും, അല്ലെങ്കിൽ 10 ആണോ നോക്കും. അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ 6നെ പ്രിൻ്റ് ചെയ്യും. അതുപോലെ 8 10 ഇതുപോലെ 10 വരെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ +1 പഠിച്ചു പോയതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു റഫായിട്ട് പറഞ്ഞു പോണത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ തന്നെ, നമ്മുടെ ചാനലിൽ തന്നെ +1 ഓരോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും സിൻടാക്സും പ്രോഗ്രാംസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും നിർത്തുകയാണ്.